UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രി അബ്ദുള്ള ബിൻ തൂഗ് അൽ മർലി ദുബായ് ഗോൾഡ് സൂക്കിൽ പരിശോധന നടത്തി. രാജ്യത്തെ സ്വർണ്ണ വിപണിയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. സ്വർണ്ണ വ്യാപാരത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കേന്ദ്രമാണ് UAE. ഇതിൽ ദുബായ് എന്ന സിറ്റി ഓഫ് ഗോൾഡ് വലിയ പങ്ക് വഹിക്കുന്നു. ഈ ജ്വല്ലറി മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് മലയാളി ജ്വല്ലറികൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇപ്രകാരം UAEയിലെ സ്വർണ്ണ വിപണിയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രി അബ്ദുള്ള ബിൻ തൂഗ് അൽ മറി ദുബായ് ഗോൾഡ് സൂക്കിൽ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ വ്യാപാരികളുമായും ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് പ്രതിനിധികളുമായും മന്ത്രി ചർച്ച നടത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ, ഭീകരവാദത്തിന് പണം നൽകുന്നത് തടയൽ തുടങ്ങി രാജ്യാന്തര മാനദണ്ഡങ്ങൾ വ്യാപാരികൾ പാലിക്കുന്നുണ്ടോ എന്നും മന്ത്രി നേരിട്ട് വിലയിരുത്തി. നിലവിൽ രാജ്യത്ത് സ്വർണവും രത്നങ്ങളും കൈകാര്യം ചെയ്യുന്ന 6213 കമ്പനികളും ലൈസൻസുള്ള 53 സ്വർണ്ണ ശുദ്ധീകരണ ശാലകളുമുണ്ട്. 2024 മാത്രം ഏകദേശം 68,300 കോടി ദിർഹത്തിന്റെ വ്യാപാരം ഈ മേഖലയിൽ നടന്നു. ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹീദ് അബ്ദുള്ള, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികളും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും യോഗത്തിൽ ചർച്ചയായി. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.